മലയാളി ടെക്നിക്കൽ ബോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജോഷ് ആപ്ലിക്കേഷനിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ എങ്ങനെ നമ്മുടെ വീഡിയോസ് വൈറലാക്കാമെന്നുള്ള ഒരു കിടിലൻ ട്രിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജോഷ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടും അതിൻ്റെ ഗാലറി അപ്ലോഡ്സിനെ കുറിച്ചിട്ടും ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ വീഡിയോ പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജോഷ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ പ്ലസ് ബട്ടണിൽ നിന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ആവും. നമ്മൾ ബാക്ക് ക്യാമറ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അടിയിലെ ഓപ്ഷനിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. ശേഷം പിക്ക് എ സോങ് എന്നുള്ള ഭാഗത്തൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട മ്യൂസിക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ഒരുപാട് മ്യൂസിക്കുകൾ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഞാനിവിടെ തൽക്കാലം മ്യൂസിക്കൊന്നും സെലക്ട് ചെയ്യുന്നില്ല. ശേഷം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അതിനായിട്ട് ഏറ്റവും അടിയിലുള്ള റെഡ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ വീഡിയോ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ്. നമ്മുടെ വീഡിയോൻ്റെ ടൈമർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ 7 സെക്കൻഡ് ആയിട്ടുണ്ട്. ഒരു 59 സെക്കൻഡ് വരെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വീഡിയോയിൽ ക്വാളിറ്റിയും കണ്ടൻറ്റൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ വീഡിയോ വൈറലാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക. ശേഷം നമ്മൾ ടിക്കിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് അടുത്തൊരു പേജിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫിൽറ്ററുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഫിൽറ്റർ ഏതാണെന്ന് വെച്ചാൽ അതിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ ആ ഫിൽറ്റർ നിങ്ങളുടെ വീഡിയോയിലേക്ക് അപ്ലൈ ആകുന്നതാണ്. അതുപോലെ ഫിൽറ്റർ ബാക്ക് അടിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഫിൽറ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഫിൽറ്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിലുണ്ട്. അതുപോലെ ടൈമിൻ്റെ ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ടൈമിൻ്റെ ഓപ്ഷന് സെലക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീഡിയോയിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ടൈമിൻ്റെ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ വീഡിയോക്ക് സ്ലോ മോഷൻ, അതുപോലെ റിപ്പീറ്റ്, അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം ആ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്തൊന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ വീഡിയോ ക്രിയേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ആയതിനു ശേഷം വീഡിയോ അടുത്തൊരു പേജിലേക്കാണ് പ്രവേശിക്കുക. അപ്പോൾ അവിടെ നമ്മൾ സാധാ നമ്മുടെ ഗാലറി അപ്ലോഡ്സിൻ്റെ ഒക്കെ മാതിരി തന്നെയാണ് ടൈറ്റിലും ഹാഷ്ടാഗും കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടൈറ്റിലും അതുപോലെ ഹാഷ്ടാഗുകളൊക്കെ കൊടുക്കുക. അപ്പോൾ ഹാഷ്ടാഗ് സജസ്റ്റ് ആയിട്ടുള്ള ഹാഷ്ടാഗ് തന്നെ നമ്മൾ യൂസ് ചെയ്യാം. അതിലൂടെയും പിന്നെ അതുപോലെ പോപ്പുലർ ഹാഷ്ടാഗുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് വ്യൂസിനെ ലഭിക്കും. അപ്പോൾ പോപ്പുലർ ഹാഷ്ടാഗുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ സെർച്ച് പേജിൽ ഏറ്റവും ജോഷ് ആപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ പേജായ സെർച്ച് പേജിൽ നമുക്ക് ഒരുപാട് പോപ്പുലറായ ഹാഷ്ടാഗുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ പോപ്പുലറായ ഹാഷ്ടാഗുകളൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വ്യൂസും അതുപോലെ ലൈക്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതുപോലെ ഹാഷ്ടാഗുകൾ കുറച്ച് ഇംഗ്ലീഷിലും ഒക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വീഡിയോസ് ആ ഹാഷ്ടാഗ് ഫോളോ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഹാഷ്ടാഗിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള നല്ല വ്യൂസും ലൈക്സും ഫോളോവേഴ്സൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഹാഷ്ടാഗുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. സജസ്റ്റായ ഹാഷ്ടാഗ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് അധികം വ്യൂസൊന്നും ലഭിക്കുകയില്ല. അപ്പോൾ കൺസിസ്റ്റൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇടാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് വൈറലാവാനുള്ള രണ്ടാമത്തെ ഒരു മാർഗ്ഗം. പരമാവധി എത്രത്തോളം വീഡിയോസ് ഇടുന്നുണ്ടോ അപ്പോൾ അത്രത്തോളം നിങ്ങൾ വൈറലാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാനിവിടെ 38 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് എനിക്ക് 1.3K ഫാൻസും അതുപോലെ 173K ഹേർട്സും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇവിടെ അപ്ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ആയിട്ടുണ്ട്. പിന്നെ അത് ബ്യൂട്ടിഫുള്ളിങ് എന്നുള്ള ഓപ്ഷൻ അത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നവർ ചെക്ക് ചെയ്യുകയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വൈറൽ കണ്ടൻറ്റ് നമ്മുടെ വീഡിയോസിൻ്റെ കണ്ടൻറ്റ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് മോഡറേറ്റ് ആയി പോകും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കുറച്ച് റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ വീഡിയോസിൻ്റെ കണ്ടൻറ്റ് ശ്രദ്ധിക്കുക. അക്രമം ഉണ്ടാക്കുന്ന കണ്ടൻറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മോഡറേറ്റ് ആയി പോകും. അപ്പോൾ നമ്മളെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ 135 ലൈക്കും 1.8K വ്യൂസും അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.